ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാന എവിക്ഷൻ, അതെ 13ാമത്തെ ആഴ്ചയിലെ എവിക്ഷനിൽ ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത് അറിയാൻ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. അവസാനത്തെ എവിക്ഷൻ എന്ന് പറയാൻ കാരണം ഇനിയൊരു എവിക്ഷൻ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫിനാലയിലെ എവിക്ഷൻ ആണ്, അല്ലെങ്കിൽ ഫിനാലെ വീക്കിലെ എവിക്ഷൻ ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഒരു നോർമൽ വീക്കെൻഡ് എവിക്ഷൻ എന്നൊക്കെ പറയുന്നത് ഈ ഒരാഴ്ച കൂടിയേ നടക്കത്തുള്ളൂ. ബാക്കി മിഡ് വീക്ക് എവിക്ഷൻ ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഫിനാലെ വീക്കിൽ നടക്കാൻ പോകുന്ന ഒരു എവിക്ഷൻ ആണ്. ഈ ഒരാഴ്ചയിലെ 8 കണ്ടസ്റ്റൻസിൽ നമ്മുടെ ഫിനാലയിലേക്ക് കടന്ന TTF കിട്ടി ഫിനാലയിലേക്ക് കടന്ന നോറ ഒഴിച്ച് ബാക്കി 7 കണ്ടസ്റ്റൻസും നോമിനേഷൻസിലുണ്ട്. അതായത് അനീഷ്, ഷാനവാസ്, അനുമോള്, അക്ബർ, സാബുമാൻ, നെവിൻ, ആദില, ഇവർ 7 പേരുമാണ് നിലവിൽ നോമിനേഷൻസിൽ നിൽക്കുന്നത്. അപ്പൊ ഇവരിൽ പുറത്തേക്ക് ആര് പോകുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയൊക്കെ ആയിട്ട് വളരെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള എവിക്ഷൻ ഒക്കെയാണ് നടക്കുന്നത്. പ്രേക്ഷകർ പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് ട്രെൻഡും സോഷ്യൽ മീഡിയ പോളുകളൊക്കെ നോക്കിയിട്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുന്ന ആളുകളൊക്കെയാണ് എവിക്റ്റ് ചെയ്ത് വരുന്നത്. കാരണം ഓഡിയൻസ് ട്രെൻഡ് ഒക്കെ നോക്കി കഴിയുമ്പോൾ നല്ല രീതിയിൽ വെറുപ്പ് സമ്പാദിച്ചവരൊക്കെ നിലനിൽക്കുന്നുണ്ട്. അല്ലെ, പുറത്തേക്ക് പോകണമെന്ന് ഓഡിയൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നും പുറത്തേക്ക് പോയതായിട്ട് കാണുന്നില്ല. എന്നാൽ ആ ഒരു ഡേഞ്ചർ സോണിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. ഈ ഒരാഴ്ചയിലെ 7 കണ്ടസ്റ്റൻസിൽ നമുക്ക് ഒരു കംപ്ലീറ്റ്ലി സേഫ് സോൺ എന്ന് പറയാവുന്ന കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ അനീഷ്, അനുമോള്, ഷാനവാസ്, ഈ 3 പേരെ ഒരു പരിധി വരെ നമുക്ക് സേഫ് സോൺ എന്ന് പറയാൻ സാധിക്കും. കാരണം നല്ല രീതിയിലുള്ള പ്രേക്ഷക സപ്പോർട്ട് ഉള്ള ഒരു 3 കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു സീസണിലെ. നല്ല രീതിയിൽ പ്രേക്ഷക സപ്പോർട്ട് ഇവർക്കുണ്ട്. പിന്നീട് നമുക്ക് ഡേഞ്ചർ സോൺ അല്ല, അല്ലെങ്കിൽ പ്രേക്ഷക സപ്പോർട്ടിൽ വളരെ കുറവായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് അക്ബർ, സാബുമാൻ, നെവിൻ, ആദില. അപ്പൊ നമുക്ക് ഓഡിയൻസ് ട്രെൻഡും അല്ലെങ്കിൽ അൺഒഫീഷ്യൽ പോളുകള്, സോഷ്യൽ മീഡിയ പോളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അക്ബറിനെ കൂടി ഒരു പരിധി വരെ നമുക്ക് സേഫ് ആക്കാൻ സാധിക്കും. കുറച്ചൊക്കെ ബിഗ് ബോസിന്റെ ഫേവറിസം കൂടി അക്ബറിനുള്ളത് കൊണ്ട് തന്നെ അക്ബറിനെ എങ്ങനെയെങ്കിലും അടുത്തൊരു സ്റ്റേജിലേക്ക് കൂടെ എത്തിക്കാൻ ബിഗ് ബോസ് ശ്രമിക്കുമെന്ന് ഞാൻ പേഴ്സണലി കരുതുന്നു. അക്ബറിനെ കൂടി ഞാൻ സേവ് ആക്കുകയാണ്. അടുത്തത് വരുന്നത് നമ്മുടെ സാബുമാൻ, നെവിൻ, ആദില. സോഷ്യൽ മീഡിയ ട്രെൻഡുകളും അൺഒഫീഷ്യൽ പോളുകളും കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ ഇവര് 3 പേരിൽ ആദില പുറത്തു പോകണമെന്നാണ് നല്ലൊരു ശതമാനം പ്രേക്ഷകരും അവകാശപ്പെടുന്നതും. അതിനുശേഷം നമ്മുടെ സാബുമാനെയാണ് പറയുന്നത്. നൂറ ഓൾറെഡി TTF വിൻ ചെയ്ത് ഫിനാലയിൽ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ആദിലെ പുറത്താക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം 2 കണ്ടസ്റ്റൻസ് അവരൊരു ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ട് ഈ ഒരു സീസണിലേക്ക് വന്നതാണല്ലോ. നമുക്ക് ആദിലെ ആയിരിക്കും ബിഗ് ബോസ് കൂടുതൽ ചാൻസും പുറത്താക്കാൻ കാണിക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. അതുപോലെ തന്നെ ഓഡിയൻസ് ട്രെൻഡ് ഒക്കെ നോക്കി കഴിയുമ്പോഴും ആദിലേക്കാണ് വോട്ട് കുറവായിട്ട് കാണുന്നത്. പിന്നീടാണ് നമ്മുടെ സാബുമാൻ. നെവിൻ എന്താണെങ്കിലും കഴിഞ്ഞ ഒരു ആഴ്ചയിൽ നല്ലൊരു ശതമാനം പ്രേക്ഷകരും നെവിൻ പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഈ ഒരു ആഴ്ചയായപ്പോഴത്തേനും ആ ഒരു ട്രെൻഡും കാര്യങ്ങളും ഒക്കെ മാറിയിരിക്കുകയാണ്. നെവിൻ അത്രമാത്രം ഹേറ്റേഴ്സോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. കുറെയൊക്കെ വോട്ടുകൾ കിട്ടുന്നുണ്ട്. സാബുമാൻ ഓർ ആദില, ഇവരിൽ ഒരാൾ പുറത്തു പോകാനുള്ള സാധ്യതകളാണ് ഓഡിയൻസ് ട്രെൻഡ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കാണുന്നത്. ഇനി ബിഗ് ബോസിന്റെ ഒരു ട്വിസ്റ്റ് എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല. നിലവിൽ എന്താണെങ്കിലും ഇതിലൊരു ട്വിസ്റ്റ് എനിക്ക് തോന്നുന്നില്ല. അധികം ട്വിസ്റ്റുകളോ അല്ലെങ്കിൽ പ്രേക്ഷകർക്കിടയിൽ ഒരു വമ്പൻ കോളുകളൊക്കെ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റിനെയൊക്കെ ഈ ഒരാഴ്ച ബിഗ് ബോസ് പുറത്തേക്ക് വിടുമെന്ന്. 8 പേരുള്ളതിൽ 2 പേരെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 പേര് വരെ ഒരു വീക്ക് എവിക്ഷൻ, അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റിനെ ആയിരിക്കും ഈ ഒരാഴ്ചത്തെ എവിക്ഷനിൽ പുറത്തേക്ക് വിടുന്നത്. എന്നിട്ട് അടുത്ത ഒരാഴ്ച ഒരു മിഡ് വീക്ക് എവിക്ഷൻ, പിന്നെ 6 പേര് അതിന്റെ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു എവിക്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോകുന്ന സമയത്ത് ഒരു എവിക്ഷനോ അങ്ങനെയൊക്കെ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനിടയിൽ എന്തെങ്കിലും ഒരു എവിക്ഷനും പ്രോസസ്സോ കാര്യങ്ങളോ ഉണ്ടോ ഇല്ലയോ എന്ന് എന്താണെങ്കിലും നമുക്ക് നോക്കാം. നിലവിൽ അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാന ആഴ്ചയിലെ എവിക്ഷനിലേക്ക് വരുമ്പോൾ പുറത്തേക്ക് പോകാൻ ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത് ആദില, നെവിൻ, സാബുമാൻ. അപ്പോൾ ഓഡിയൻസ് ട്രെൻഡും അതുപോലെ തന്നെ അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കി കഴിയുമ്പോൾ ആദില പുറത്തു പോകണമെന്നാണ് നല്ലൊരു ശതമാനം പ്രേക്ഷകരും പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം ആരായിരിക്കും പുറത്തേക്ക് പോകുന്നതെന്ന്. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.